ചാക്കിട്ട് പിടിക്കുക, വർഗീയത പറഞ്ഞ് തമ്മിലടുപ്പിക്കുക, ദൈവമാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുക, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര ഹോബിയുണ്ട് നമ്മുടെ മോദിജിക്കും കൂട്ടർക്കും. ഒഡീഷയിലെ എല്ലാ ജില്ലകളുടെയും തലസ്ഥാനങ്ങളുടെ പേരുകൾ പേപ്പറിൽ നോക്കാതെ നിങ്ങൾക്ക് എണ്ണി പറയാൻ പറ്റുമോ? എന്നാൽ നമ്മുടെ മോദിജിക്ക് അത് പറ്റും. ജില്ലകൾക്ക് എവിടെ തലസ്ഥാനം എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? എന്നാൽ അങ്ങനെ ഒന്നുണ്ടെന്ന് മോദിജി പറഞ്ഞതാ. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോക്കോട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്നാണല്ലോ. നാക്ക് പിഴയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നുകൂടാത്ത ഒരു പേരുണ്ട്, നിതീഷ് കുമാർജി. ജീവിച്ചിരിക്കുന്നവർക്ക് ഇവിടെ വോട്ട് ചോദിക്കാനാണില്ല. അപ്പോഴാ മരിച്ചവർക്ക് വോട്ട് അഭ്യർത്ഥിച്ച് നിതീഷ് ജി വരുന്നത്. അല്ലെങ്കിൽ ഇതാദ്യമായിട്ടല്ല നിതീഷ് ജിക്ക് നാവ് വില്ലനാകുന്നത്. പണ്ട് മോദിജി പങ്കെടുത്തിരുന്ന സദസ്സിൽ 4000 സീറ്റുകൾ നൽകി BJP അധികാരത്തിൽ കയറ്റണമെന്ന് ആഹ്വാനം ചെയ്ത് കയ്യടി നേടിയ ചരിത്രവും ജിക്കുണ്ട്. 4,000 से ज्यादा, उससे भी ज्यादा जरूर MP यहाँ पर रहेंगे इनके पक्ष में. आप लोग सब पक्ष में दीजिएगा ना यहाँ के लोगों को वोट. ഇനി പറഞ്ഞിട്ട് എന്തിനാ? മോദിജി ഒരു സാധാരണക്കാരനല്ലെന്ന് നിങ്ങൾക്കറിയാമോ? ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതിന് വേണ്ടി ദൈവം തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചതാണ് ജിയെ. ജിയും പലയിടങ്ങളിലും ഇത് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമസ്കാരം സ്വാമി. जो 140 करोड़ देशवासी हैं, उनको मैं परमात्मा का रूप मानता हूं. तो वो मेरे लिए एक साकार ईश्वर का रूप है, जिसका मैं नित्य पूजा करने वाला व्यक्ति हूं. ഇതിനൊപ്പം പുതിയൊരു ട്രെൻഡും BJP നേതാക്കൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദൈവങ്ങളൊക്കെ മോദിയുടെ ഭക്തന്മാരെന്നാണ് ഇവന്മാര് പറഞ്ഞു നടക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തായാലും ഇതൊക്കെ പറഞ്ഞ ആള് വൈറലായതോടെ മാപ്പ് പറഞ്ഞ് ഒരാഴ്ച ഉപവാസത്തിലാണ്. ആര് ചോദിച്ചാലും ഒന്നും മിണ്ടണ്ടല്ലോ. എങ്ങനെയുണ്ട് ബുദ്ധി? വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. വേറെയുമുണ്ട്. ഭരണഘടന എഴുതിയുണ്ടാക്കിയതിൽ അംബേദ്കറിന് കാര്യമായ പങ്കില്ല. എല്ലാം കപട മതനിരപേക്ഷതയുടെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞെട്ടിയോ? ഇല്ലെങ്കിൽ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം പറയട്ടെ. അയ്യോ, ബോധം കെടും, ഇതൊക്കെ ബോധം കെടും. ചിലരൊക്കെ അധികാരത്തിലെത്തിയാൽ കായിക താരങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് ജി പറയുന്നത്. തീർന്നില്ല. BJPയുടെ ആവനാഴിയിൽ ഇനിയുമുണ്ട് ആളുകൾ. അമിതാഭ് ബച്ചനോളം ലവും റെസ്പെക്റ്റും കൈമുതലുള്ള കങ്കണ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 2014 കങ്കണയുടെ കണ്ടെത്തൽ. പേര് മാറി സ്വന്തം പാർട്ടി നേതാവിനെ ട്രോളിയ കങ്കണ ഇതല്ല ഇതിലപ്പുറവും പറയും. ഹിമാചലിൽ പ്രചരണത്തിനെത്തിയത് മുതൽ പുള്ളിക്കാരി വേറെ വൈബിലാണ്. 1 മാസത്തെ അവധിക്ക് വന്ന് കുന്നും കാറ്റും മരവും ഒക്കെ കണ്ടപ്പോ പാവം സ്ഥാനാർത്ഥിയാണെന്ന് മറന്ന് സോഷ്യൽ മീഡിയയിൽ എക്സൈറ്റ്മെന്റ് പങ്കുവച്ചു തുടങ്ങി. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? എന്തായാലും പതിവായി മണ്ടത്തരം വിളിച്ചു പറയുന്നവർക്ക് സോഷ്യൽ മീഡിയ ഡിസ്കൗണ്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ കങ്കണയും രക്ഷപ്പെട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ രക്ഷപ്പെട്ട ചിലർ ഇങ്ങ് കോൺഗ്രസിലുമുണ്ട്. പാകിസ്ഥാനെ ബഹുമാനിച്ചില്ലെങ്കിൽ അവർ അണുബോംബിട്ട് നശിപ്പിച്ചു കളയുമെന്നാണ് മണിശങ്കർ അയ്യർ പറയുന്നത്. നരസിംഹറാവു ആണ് ആദ്യത്തെ BJP പ്രധാനമന്ത്രി എന്നാണ് സെൽഫ് ഗോള് മാത്രം അടിച്ച് ശീലമുള്ള പുള്ളിയുടെ ലേറ്റസ്റ്റ് കണ്ടെത്തൽ. 2014 പുള്ളി മോദിജിയെ ചായക്കാര എന്ന് വിളിച്ചതിന്റെ ക്ഷീണം കോൺഗ്രസിന് ഇന്നും മാറിയിട്ടില്ല. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. നാനാത്വത്തിൽ ഏകത്വം, അതാണ് ഇന്ത്യയുടെ മുഖമുദ്ര. ഇക്കാര്യം തന്റേതായ ശൈലിയിൽ വിളിച്ചു പറഞ്ഞ് പണി കിട്ടിയിരിക്കുകയാണ് സാം പിട്രോഡ. രാജ്യത്തെ വൈവിധ്യത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയും കിഴക്കൻ ഇന്ത്യക്കാർ ചൈനക്കാരെ പോലെയും ഉത്തരേന്ത്യക്കാർ വെള്ളക്കാരെ പോലെയും പടിഞ്ഞാറുകാർ അറബിക്കാരെ പോലെയും എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. Where people on east look like Chinese, people on west look like Arab, people on north look like maybe white, and people in south look like Africa. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇതൊക്കെ കണ്ടും കേട്ടും അടുത്തിട്ട്
തിരഞ്ഞെടുപ്പ് കഴിയും വരെ ആരും ഒരക്ഷരം മിണ്ടിയേക്കരുതെന്ന് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജൂൺ 4 വരെ ഇനിയും കാണാനും കേൾക്കാനും എന്തൊക്കെയോ ഇരിക്കുന്നു. പിന്നെ പോകുമ്പം വെള്ളത്തിൽ ചവിട്ടാ സൂക്ഷിച്ചു വേണം. വെള്ളം തൊട്ടാൽ അപകടം.